നമസ്കാരം, എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളൊരു ട്രിപ്പിലാന്ന്. അങ്ങനെ നടന്ന് ഓടി ഞങ്ങള് പതിയെ കെയിൻസി വന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് നല്ലൊരു ദിവസമാണ് എനിക്ക്. ഞങ്ങള് ഒരു ലോങ് ലോസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കണ്ടു കിട്ടി. സുനിത സേ ഹായ്. സുനിത ആൻഡ് യോഹാൻ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവരെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോ എന്തായാലും അത് ഭയങ്കര ലക്കായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വരാന്ന്. പക്ഷെ അപ്പൊ കറക്റ്റ് സുനിതയ്ക്ക് 2 ദിവസം ഓഫ്, അതെ 3 ദിവസം ഓഫ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നു. ഇന്നിപ്പോ രാവിലെ ഞങ്ങള് ഇവിടുത്തെ സ്കൈ റെയിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്കൈ റെയിലൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ വേറെ എവിടെയെങ്കിലൊക്കെ പോകണമെന്നൊരു ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ തിരിച്ചു വരും. ഞാനും സുനിതയും ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങള് ഇപ്പൊ 11 വർഷം കൂടി നമ്മൾ കാണുന്നല്ലോടോ. 11 വർഷമായി ഞങ്ങള് കണ്ടിട്ട്. അതെ, ഞങ്ങള് പാലായില് IELTS ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ IELTS ഒരുമിച്ച് എഴുതാൻ പോവായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, കാര്യം അടുത്ത് അങ്ങനെ 2 മാസമേ നമ്മൾ കണ്ടു പരിചയപ്പെട്ടുള്ളൂ. പക്ഷെ ഈ 11 വർഷം ഞങ്ങൾ പരസ്പരം ഫോൺ വിളിക്കും. നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഈ 11 വർഷവും ഞങ്ങൾ പരസ്പരം കണ്ടുപോലുമില്ല. അങ്ങനെ ഒത്തിരി ലക്കായിട്ട് എനിക്കിപ്പോ കിട്ടിയതാണ്. പിന്നെ ഇത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് സുനിതയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ചിക്കനൊക്കെ തന്നു. ഇന്നിപ്പോ ഞങ്ങള് രാവിലെ ഇതേ അപ്പോ സ്റ്റൂ ഒക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് പതിയെ സ്കൈ റെയിലിലോട്ട് പോവാന്നാ. അല്ലേ, എല്ലാം റെഡി അല്ലേ ജോഹാൻ? യെസ്, സേ യെസ്. അപ്പൊ അങ്ങനെ നമ്മള് സ്കൈ റെയിലിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഹൈവേ. ദേ ഇപ്പൊ ഇവിടെ വന്നു, കാറൊക്കെ പാർക്ക് ചെയ്തു, നമ്മളിവിടെ ഇറങ്ങി. നമ്മൾ ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് അതിവിടെ കളക്ട് ചെയ്യണം. ടിൻസനാണ് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനകത്തെ സുവനീർ ഷോപ്പിലൊക്കെ ഒന്ന് കയറി നടന്ന് കണ്ടു. നല്ല അടിപൊളി സാധനങ്ങളാണ്. ഇഷ്ടംപോലെ കരകൗശല വസ്തുക്കൾ, ടോയ്സ് എല്ലാം ഇവിടുത്തെ ഈ റെയിൻ ഫോറസ്റ്റ് ആനിമൽസിൻ്റെ പ്രിൻ്റ് ഉള്ളതും അതിൻ്റെ രൂപങ്ങളും ഒക്കെയാണ്. കണ്ടാൽ നമുക്കിതെല്ലാം മേടിക്കാൻ തോന്നും കേട്ടോ. പക്ഷേ ഇതിന് ഒരുമാതിരി നല്ല വിലയുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേബിൾ കാർ ഗുണ്ടോളയിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങളിപ്പോ ഈ കുറാണ്ട സ്കൈ റെയിലിന്റെ ഗുണ്ടോളക്കകത്താണ് ഇരിക്കുന്നത്. നല്ലൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. നല്ല ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് എനിക്കിത് പെർഫെക്റ്റ് ടെമ്പറേച്ചർ ആയിട്ടാ തോന്നുന്നത്. സുനിതയ്ക്ക് ഇച്ചിരി നടക്കുന്നുണ്ടല്ലോ ഇവിടെ. Do you like it? ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം പോയേക്കാന്ന് ഞാൻ പറഞ്ഞത്. 120 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള റെയിൻ ഫോറസ്റ്റിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഡൈനോസോഴ്സിൻ്റെയൊക്കെ വീടായിരുന്നു പണ്ടിവിടം. ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലം കൂടെയാണിത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണെന്നറിയാമല്ലോ. ഇവിടുത്തെ ഗവൺമെൻറ് അതുപോലെ ഈ പാർക്കുകളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കണ്ട് നമ്മളിതേ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ചെറിയൊരു റെയിൻ ഫോറസ്റ്റ് വോക്ക് ഉണ്ട്, ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടേച്ചു വരാം. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഇവരുടെ ഇൻഫർമേഷൻ സെൻറ്ററിലോട്ടാണ്. ഇതൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. നമുക്കെല്ലാവർക്കും അറിയാലോ അവതാർ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്കകത്തെ ആ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ആ ഫോറസ്റ്റിൻ്റെ വിഷ്വൽസിനൊക്കെ ഇൻസ്പിറേഷൻ ആയത് ഈ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ജെയിംസ് ക്യാമറൂണിൻ്റെ ക്രിയേറ്റീവ് ടീമിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ സ്കൈ റെയിലിലൊക്കെ കയറി റെയിൻ ഫോറസ്റ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഇതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ഹോം ട്രീ,
അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഐലൻഡ്, ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തത്. അവതാറിൻ്റെ അടുത്ത ഭാഗത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുവാണല്ലേ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും ഇപ്രാവശ്യമാണ് ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടും അറിഞ്ഞും നമ്മൾ പതിയെ ആ റെയിൻ ഫോറസ്റ്റിൻ്റെ വോക്ക് വേയിലോട്ടങ്ങ് കയറിയതാണ്. വരുന്ന വഴിക്ക് നമുക്ക് ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ നടന്ന് തിരിച്ചു വരുന്നത് നമ്മുടെ ആ ഇൻഫർമേഷൻ സെൻറ്ററിലോട്ട് തന്നെയാണ്. ഇനിയും നമ്മൾ ഗൊണ്ടോളയിലോട്ട് കയറി നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ ഇതുപോലെ ചെറിയൊരു വോക്ക് വേ ഉണ്ട്, നമുക്ക് അവിടെ ഇറങ്ങാം. ഈ യാത്രയിലാണ് നമ്മൾ അതിമനോഹരമായ ഈ ബാരൻ ഗോർജിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരുന്നത്. ബാരൻ വെള്ളച്ചാട്ടം എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് വെള്ളം വരുമ്പോൾ, അതായത് മഴക്കാലത്തൊക്കെ ഇതൊരു അതിഭയങ്കര വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മൾ ദേ അടുത്ത സ്റ്റേഷനിലെത്തിയിരിക്കുവാണ്. ഗൊണ്ടോളയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുവാണ് ഈ വോക്ക് വേ കൂടെ. അതിലൂടെ നേരെ നടന്ന് ചെല്ലുന്നിടത്ത് അവരൊരു വ്യൂ പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ വ്യൂ പോയിന്റിലുള്ള ബാരൻ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയായത് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിന് മഴയൊന്നും ഇല്ലാത്ത കാരണം, വെള്ളമില്ലാത്ത കാരണം അതിനൊരു ഗാംഭീര്യമില്ല കാണാനായിട്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ ആ ബാരൻ ഗോർജിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കാഴ്ചകൾ മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് അവരവിടെ റെയിൽസൊക്കെ പണിത് വെച്ചേക്കുന്നതും. അങ്ങനെ ബാരൻ ഗോർജിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും ഗൊണ്ടോളയിലോട്ട് കയറിയതാണ്. നമ്മൾ ഇപ്പോൾ ബാരൻ റിവറിൻ്റെ മേളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി അവസാനത്തെ ഇതിൻ്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള റെയിൻ ഫോറസ്റ്റിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. നമുക്ക് അവിടെ നമ്മൾ എന്തായാലും ഇറങ്ങും, എല്ലാം കാണും. ഇപ്പം നമ്മൾ കുറാണ്ട വില്ലേജ് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 7.5 കിലോമീറ്ററോളം നമ്മൾ ഈ കേബിൾ വേ കൂടെ ഇങ്ങ് പോന്നിട്ടുണ്ട്. 1994 ഈ കേബിൾ വേ പൂർത്തിയായ സമയത്ത് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ വേ. ഇതാണ് വില്ലേജിലേക്കുള്ള നമ്മുടെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ ഏറ്റവും ആദ്യം കാണുന്നത് തന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഒരു സീനിക് റെയിൽവേ സർവീസ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആദ്യം ഇവിടെ ഗൊണ്ടോളയിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ട്രെയിനിലായിരുന്നു നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയത് കെയ്ൻസിലോട്ട്. പക്ഷേ അപ്പം നമ്മൾ കുറാണ്ട വില്ലേജ് നന്നായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ആ വില്ലേജ് ഒന്ന് ശരിക്കും നടന്ന് കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. കുറാണ്ട വില്ലേജിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.